ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് കുറ്റമറ്റ വോട്ടർ പട്ടികയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. സൂപ്പർ ന്യൂമററി തസ്തികയിലെ സേവനത്തിനിടെ മരണമടയുന്ന സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്കും സമാശ്വാസ തൊഴിൽദാന പദ്ധതിയുടെ ആനുകൂല്യത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവായി. 2027 കുട്ടനാടിന്റെ സമഗ്ര കുടിവെള്ള പദ്ധതി പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതകൾക്ക് ഭയരഹിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. പശ്ചിമേഷ്യൻ സംഘർഷം 8ാം ദിവസവും തുടരുന്നു. സാങ്കേതിക തകരാർ നേരിട്ട പടക്കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയതിന് ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് ഇറാൻ. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ചരിത്രമെഴുതാൻ ടീം ഇന്ത്യ. കലാശ പോരാട്ടത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് കുറ്റമറ്റ വോട്ടർ പട്ടികയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാഴാഴ്ചയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിൽ എത്തിയത്. ഒരു റിപ്പോർട്ട്. ജനാധിപത്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. യോഗ്യരായ ഒരു വോട്ടറും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ലെന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. by our booth level officers for successfully completing the special intensive revision of Kerala. Democracy is not new to Kerala. In fact, Kerala has taught democracy to many parts of the country and the world. 5000-ഓളം പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം 30,471 പോളിംഗ് സ്റ്റേഷനുകൾ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. 397 പോളിംഗ് സ്റ്റേഷനുകളുടെ നിയന്ത്രണം പൂർണ്ണമായും സ്ത്രീകൾക്കായിരിക്കും. 790-ലധികം മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സൂപ്പർ ന്യൂമററി തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്നതിനിടെ മരണമടയുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്കും സമാശ്വാസ തൊഴിൽദാന പദ്ധതിയുടെ ആനുകൂല്യത്തിന് സർക്കാർ ഉത്തരവിറക്കി. ഇനി മുതൽ സൂപ്പർ ന്യൂമററി തസ്തികയിലുള്ളവരുടെ ആശ്രിതർക്കും നിയമനത്തിന് അർഹതയുണ്ടാകും. 2027 മേയിൽ കുട്ടനാടിന്റെ സമഗ്ര കുടിവെള്ള പദ്ധതി പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിന്റെയും പടഹാരം പാലത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ച പെരുമ്പളം പാലവും മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. കേരളത്തിലുടനീളം ദേശീയപാതകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും പൂർത്തിയായ ഭാഗങ്ങൾ പ്രധാനമന്ത്രി ഉടൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. 2016 നമ്മുടെ കേരളത്തില് നാഷണൽ ഹൈവേ ഏതെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് ആരും കണക്കാക്കിയിട്ടില്ല. ഇപ്പോ നാഷണൽ ഹൈവേ അതിവേഗതയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി ഈ നാഷണൽ ഹൈവേയുടെ പൂർത്തിയായ ഭാഗങ്ങൾ നാടിന് സമർപ്പിക്കുമെന്നാണ് കേന്ദ്ര മന്ത്രി ഗഡ്കരി അറിയിച്ചിരിക്കുന്നത്. മലയോര ഹൈവേയുടെ ബാലുശ്ശേരി, കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന തലയാട് മലപ്പുറം റീച്ചിന്റെ ഉദ്ഘാടനവും ചെമ്പ്ര മുതൽ 28ാം മൈൽ വരെയുള്ള റീച്ചിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 6.79 കിലോമീറ്റർ നീളത്തിൽ 50 കോടി രൂപയുടെ സാമ്പത്തികാനുമതി ലഭിച്ച പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന സമാപന സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖ ചുവരെഴുതി പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFൽ അധിക സീറ്റ് ആവശ്യപ്പെടുമെന്ന് RJD. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് വീതം കൂടുതൽ ആവശ്യപ്പെടാൻ തീരുമാനിച്ചതായി പാർട്ടി സംസ്ഥാന നേതാക്കൾ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്.
കേരള പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ഡിജിറ്റൽ ഓഫീസ് സംവിധാനമായ ഐകോപ്സിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഷാ AI പ്ലാറ്റ്ഫോമായ ഭാഷിണി വിജയകരമായി സംയോജിപ്പിച്ചു. ഇനി മുതൽ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ടുകളും ഔദ്യോഗിക രേഖകളും തയ്യാറാക്കാൻ കമ്പ്യൂട്ടറിൽ ഏറെ സമയം ടൈപ്പ് ചെയ്യേണ്ടതില്ല. സംസാരിച്ചുകൊണ്ട് തന്നെ തത്സമയം ഔദ്യോഗിക റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ സാധിക്കും. ഇതോടെ FIR, കേസ് ഡയറി, മൊഴികൾ എന്നിവ മൈക്രോഫോണിലൂടെ സംസാരിച്ച് വേഗത്തിൽ തയ്യാറാക്കാം. ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ടൈപ്പ് ചെയ്താൽ മലയാള ലിപിയിലേക്ക് മാറുന്ന ട്രാൻസ്ലിറ്ററേഷൻ സൌകര്യവും ഇതിൽ ലഭ്യമാണ്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റയ്ക്ക് സമീപം സജ്ജമാക്കിയ ടൌൺഷിപ്പ് നടൻ മമ്മൂട്ടി സന്ദർശിച്ചു. ദുരന്തബാധിതരെ കേരളം ചേർത്ത് നിർത്തുന്നതിന് ഉദാഹരണമാണ് ടൌൺഷിപ്പെന്ന് ശ്രീ മമ്മൂട്ടി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം ഈ പരിപാടി കേൾക്കാം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ നടക്കും. ന്യൂഡൽഹിയിലെ മനേക്ഷ സെന്ററിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യപ്രഭാഷണം നടത്തും. വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 7:30 മുതൽ 10 മണിവരെ ന്യൂഡൽഹിയിൽ ശക്തി വാക്ക് എന്ന പേരിൽ സ്ത്രീകൾ നയിക്കുന്ന നടത്തവും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി മന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മേര യുവ ഭാരത്, ഖേലോ ഇന്ത്യ സെന്റർ എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന സ്പോർട്സ് ഫോർ വുമൺ ഫ്ളാഗ്ഷിപ്പ് പദ്ധതി അസ്മിതയുടെ ഭാഗമായി വനിതാ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഭാര്യ അനഘ ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. വനിതകൾക്ക് ഭയരഹിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതി വ്യാപകമാക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാത്രി 7:30 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ DGP റവാഡ ചന്ദ്രശേഖർ നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതി നാളെ മുതൽ സംസ്ഥാന വ്യാപകമായാണ് നടപ്പാക്കുന്നത്. രാത്രി 9 മുതൽ പുലർച്ചെ 5 വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നതാണ് പദ്ധതി. എമർജൻസി റെസ്പോൺസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം, പോലാപ്പിലെ SOS ബട്ടൺ, 112 ഹെൽപ്പ് ലൈൻ, ജില്ലാ കൺട്രോൾ റൂമുകൾ, ഹൈവേ പട്രോൾ, പിങ്ക് പട്രോൾ വാഹനങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിർഭയ നിശ സുരക്ഷാ പോളുകളും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും. ആദ്യഘട്ടത്തിൽ ഓരോ ജില്ലയിലും 20 വീതം പോളാണ് സ്ഥാപിക്കുന്നത്. ICC 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ തുടർച്ചയായി കിരീടം നേടി ചരിത്രമെഴുതാൻ തയ്യാറെടുത്ത് ടീം ഇന്ത്യ. കലാശ പോരാട്ടത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷം 8ാം ദിവസവും തുടരുന്നു. ഇറാനുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും നിരുപാധികം കീഴടങ്ങിയാൽ ഇറാനെ സാമ്പത്തികമായി പുനർനിർമ്മിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിനിടെ സാങ്കേതിക തകരാർ നേരിട്ട പടക്കപ്പലിന് കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് അഭയം നൽകിയതിന് ഇറാൻ ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള ഇന്ധന വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്കകൾ തുടരുന്നതിനിടെ ആഗോള അസംസ്കൃത എണ്ണവിലയിൽ വൻ കുതിപ്പ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 8.5% ഉയർന്ന് ബാരലിന് $92 കടന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 230 രൂപ കൂടി 15,000 രൂപയും പവന് 1,20,000 രൂപയുമാണ് ഇന്നത്തെ വില. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം 17 വിധി പറയും. കേസിൽ അന്തിമവാദം പൂർത്തിയായി. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ പോലീസ് വൈദ്യപരിശോധനയ്ക്കെത്തിച്ച കൊല്ലം സ്വദേശി സന്ദീപ് ഡോക്ടർ വന്ദനയെ ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശിലയാണ് കുറ്റമറ്റ വോട്ടർ പട്ടികയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. സൂപ്പർ ന്യൂമററി തസ്തികയിലെ സേവനത്തിനിടെ മരണമടയുന്ന സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്കും സമാശ്വാസ തൊഴിൽദാന പദ്ധതിയുടെ ആനുകൂല്യത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവായി. 2027 കുട്ടനാടിന്റെ സമഗ്ര കുടിവെള്ള പദ്ധതി പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതകൾക്ക് ഭയരഹിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. പശ്ചിമേഷ്യൻ സംഘർഷം 8ാം ദിവസവും തുടരുന്നു. സാങ്കേതിക തകരാർ നേരിട്ട പടക്കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയതിന് ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് ഇറാൻ. ICC 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ചരിത്രമെഴുതാൻ ടീം ഇന്ത്യ. കലാശ പോരാട്ടത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.